Easy medical coding tips. Tip number 19. Always understand upcoding and downcoding and bill the CPTs based on that. When we are billing any medical cases, we have to specifically understand the CPTs. നമ്മളിപ്പോൾ അപ്കോഡിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓവർ യൂട്ടിലൈസേഷൻ ഓർ ഓവർ ബില്ലിംഗ്, അതുപോലെ തന്നെ പെനാലിറ്റീസ്, ഓഡിറ്റ് ലൈക്ക് ഫ്രോഡ് ഐഡന്റിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള പല ഇഷ്യൂസ് ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കോഡ്സ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡൗൺ കോഡിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു റവന്യൂ ലോസ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ ഡേറ്റയുടെ ക്വാളിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കര കുറവായിരിക്കും. So, if it is upcoding or if it is downcoding, both can cause an adverse effect, like a disadvantage happen cheyanulla chance undu. So, basically what we have to do is we have to identify, we have to check thoroughly the documentation, and based on the documentation use the appropriate codes. Adu upcodum alleki downcodum use cheyade correct ആയിട്ടുള്ള ആ ഒരു എൻകൗണ്ടറിൽ നമ്മൾ യൂസ് ചെയ്ത പ്രൊസീജിയർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യന്റിന്റെ ഡോക്യുമെന്റേഷൻ അനുസരിച്ച് നമ്മൾ ഏത് കോഡാണോ ബില്ല് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ആ കോഡ് തന്നെ നമ്മൾ നമ്മുടെ കോഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. സോ ദാറ്റ് അവർ മെഡിക്കൽ കോഡിംഗ് ക്വാളിറ്റി വിൽ ബി ഗുഡ് ആൻഡ് ഓൾസോ വി വിൽ ഗെറ്റ് ദി കറക്റ്റ് റവന്യൂ.